ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതിനാണ് ഇപ്പോൾ എത്തിയത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കുറേ ഇങ്ങനെ ഓരോ പൊട്ട കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും. സംശയങ്ങളോട് സംശയമായിരിക്കും. നമുക്ക് ബുദ്ധിയൊക്കെ വന്ന് നമ്മൾ വളർന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ എന്തൊക്കെയല്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ച് പൊട്ട ബുദ്ധിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. അത് പിന്നെ കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് പിന്നെ അങ്ങനെയാണെന്ന് നമുക്ക് ഇപ്പം മനസ്സിലാവും. അപ്പം നമ്മൾ ചോദിച്ച കാര്യങ്ങൾ മണ്ടത്തരങ്ങളായി പോയിന്ന്. അതുപോലെ ഞാൻ ചിന്തിച്ച ഒരു മണ്ടത്തരാണ്, ഞാനായിട്ട് ജനിക്കണ്ടായിരുന്നു, വേറെ ആരെങ്കിലും ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ക്ലാസ്സിലൊക്കെയുള്ള വേറെ ആരെങ്കിലും അവരായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഒരു ദേവിക എന്ന് വിചാരിക്കും, ഒരു എൻ്റെ ഫ്രണ്ട് അല്ല, ഒരു ക്ലാസ്മേറ്റ് എന്ന് വിചാരിക്കും. ദേവികയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, ഞാനായിട്ട് ജനിച്ചുകൊണ്ടല്ലേ ഇത്രയും കഷ്ടപ്പാട് എന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. പക്ഷെ ഏജായി, നമ്മൾ മെച്യൂർഡായി, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ വന്നപ്പം മനസ്സിലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി, എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കുന്ന കേസൊന്നുമല്ല. നമ്മൾ ചിന്തിച്ചത് വളരെയധികം വലിയ പൊട്ടത്തരായിപ്പോയി. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചത് തന്നെ വലിയ കാര്യമാണ്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് തന്നെ വലിയ കാര്യമാണ്. പലർക്കും അത് പറ്റുന്ന പോലില്ല. അപ്പൊ അതുകൊണ്ട് അത് തന്നെ വലിയ കാര്യമായിട്ട് കാണുക. അല്ലാതെ നമ്മൾ അവരായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, ഇവരായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. നമ്മൾ അങ്ങനെ തന്നെയാണ്, നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പം നമുക്കൊരു പ്രശ്നം വന്നാൽ, ഏറ്റവും വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും. റിലേഷൻഷിപ്പ് പ്രോബ്ലം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം, അല്ലെങ്കിൽ കരിയർ വൈസ് പ്രോബ്ലം, അങ്ങനെ പല 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 പ്രോബ്ലംസും ഓരോ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ അവർ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലവും അവർക്ക് വലുതാണ്. കാരണം ശരിയാണ്, അവരാണ് ആ പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, അവരാണ്. അതുകൊണ്ട് അവർക്ക് ആ പ്രോബ്ലം വലുതായിരിക്കും. പക്ഷെ അവർക്ക് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഹെൽത്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലാണ് പിന്നെ അവർക്ക് ഇതൊന്നും ഒരു പ്രോബ്ലം ആയിരിക്കില്ല. അതായത് വലിയൊരു അസുഖം എന്തെങ്കിലും വന്നു എന്ന് വിചാരിക്കും. ആ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പ്രോബ്ലംസ്, ഓഫീസിലുണ്ടായ പ്രശ്നങ്ങൾ, വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ, നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ, ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. കാരണം നമുക്ക് ആകെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അതൊരു ഹെൽത്ത് പ്രോബ്ലം മാത്രമായിരിക്കും. എനിക്കിത് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ എവിടെയോ കേട്ടതാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതാണ് വേറെ ആൾക്കാരുടെ ലൈഫ് കാണുമ്പോൾ, അവര് എന്ത് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്, എന്തൊരു സുഖം അവർക്ക്, അവരെങ്ങനെ പോകുന്ന കണ്ടില്ലേ, അങ്ങനെ പോകുന്ന കണ്ടില്ലേ, അവർ അടിച്ചു പൊളിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ നമ്മൾ. കാരണം ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ കുറേ ഉള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാരുടെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനുള്ള വഴിയുള്ളത് കൊണ്ട് നമ്മളിതിങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ പറയും, ഇങ്ങനെ പിന്നെ നമുക്കൊന്നും പറ്റുന്നില്ല, നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവര് ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയില്ല. നമുക്കിപ്പോൾ ഒരു സൈഡ് അവർ നമ്മളോട് അവരുടെ സന്തോഷത്തിന്റെ സൈഡ് മാത്രമേ അവർ നമ്മളോട് കാണിക്കുന്നുള്ളൂ. അവർക്കല്ലാതെ സങ്കടത്തിന്റെയും അവർക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നെയും ഫേസ് വേറെ അപ്പുറത്തുണ്ട്. പക്ഷെ അത് അവർ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കുണ്ടായ പോലെ തന്നെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടാണ് ഓരോരുത്തരും ജീവിതത്തിലേക്ക് വരുന്നത്. ഞാനാണെങ്കിൽ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ, ഇങ്ങനെ ചിന്തിച്ചു എന്ന്, വേറെ ഒരാള് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ദേവികയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ഞാൻ ചിന്തിച്ചതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ചൈൽഡ്ഹുഡ് തന്നെയാണ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ അനുഭവിച്ച പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഞാനത് എങ്ങനെ റിക്കവറായി എന്നല്ല, എങ്ങനെ ഞാനത് ഫേസ് ചെയ്തു എന്നുള്ളത് പിന്നെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്തരത്തിലുള്ള ഒരു പ്രോബ്ലമാണ് ഞാൻ ഫേസ് ചെയ്തത്. മീൻസ് ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. ഞാനും എനിക്ക് അനിയത്തിയാണ്, സിസ്റ്ററാണ്, പിന്നെ അമ്മ, അച്ഛൻ, അങ്ങനെ ഞങ്ങളാണ് 4 പേരുമാണ് ഉള്ളത്. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, അടി വഴക്ക്, പിന്നെ അത് കൂടാതെ ഞങ്ങളോടും ആ രീതിയിൽ അടി വഴക്ക് പ്രശ്നങ്ങൾ, ഇപ്പോഴും ഒരു സമാധാനം ഇല്ലാത്തൊരു ജീവിതം. നമുക്കും തല്ലിട്ടും എല്ലാവർക്കും തല്ലിട്ടും. അമ്മയെ തല്ലും, എന്നെ തല്ലും, അനിയത്തിനെ തല്ലും. അമ്മ മെയിൻ ഇയറ, സെക്കൻഡ് ഇയർ ഞാൻ, തേർഡ് ഇയർ അനിയത്തി, ഇങ്ങനെയായിരുന്നു. അപ്പോൾ
അങ്ങനെ പിന്നെ മൂത്ത മോളായതുകൊണ്ടുള്ള പല പ്രോബ്ലംസും ഉണ്ട്. കാരണം മൂത്ത മക്കൾ എന്ന് പറയുന്നത് ഒരു പരീക്ഷണ വസ്തുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവർ എക്സ്പെരിമെന്റൽ പീസ് ആയിട്ടാണ് അവർ ഇറക്കുന്നത് മൂത്ത കുട്ടി എന്ന് പറഞ്ഞാൽ. കാരണം അവരുടെ ആദ്യത്തെ കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെയുണ്ട് എന്ന് അവർ ഇംപ്ലിമെന്റ് ചെയ്യാനും അവർ ടെസ്റ്റ് ചെയ്യാനും അവരുടെ ദേഷ്യം തീർക്കാനും അവരുടെ ഫ്രസ്ട്രേഷൻസ് ഇതാക്കാനും ഒക്കെയുള്ള ഒരാളായിട്ടാണ് അവർ ഫസ്റ്റ് കുട്ടീനെ കാണുന്നത്. ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ ആകെ 2 വയസ്സ് ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്തോ ഒരു വലിയ ആളെ പോലെയാണ് വീട്ടുകാർ സംസാരിക്കുക. നിന്നെ കണ്ടല്ലേ പഠിക്കുന്നത്, നീയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, നീയല്ലേ മൂത്തത്, നീയല്ലേ ക്ഷമിക്കേണ്ടത്, നീയല്ലേ സഹിക്കേണ്ടത്. ഓഹോ, ആലോചിക്കാൻ തന്നെ പറ്റില്ല. അങ്ങനെ ഭയങ്കര ചൈൽഡ്ഹുഡ് ട്രോമ, ടെൻഷൻ, വിഷമം, സങ്കടം, ഏത് നേരം അടി കിട്ടുക എന്നറിയില്ല. എപ്പോഴും ഇപ്പൊ കിട്ടുമോ, ഇന്ന് കിട്ടുമോ, അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു. ഒരു ശ്വാസം മുട്ടിയുള്ള ഒരു ജീവിതമായിരുന്നു. ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാവണം എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവുക, ദേവികയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നുള്ള അങ്ങനത്തെ വേറെ ആളെ വെച്ചിട്ട് ചിന്തിക്കുന്നതും വേറെ ആൾക്കാരുടെയൊക്കെ ലൈഫിന്റെ അവരുടെ അച്ഛനും അമ്മയും അവരുടെ സ്നേഹവും അവർ ഓരോ സ്ഥലത്ത് പോകുന്നതും വരുന്നതും ഓരോ വാങ്ങിച്ചു കൊടുക്കുന്നതും ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ ഒരു ഫാമിലി ഇല്ലല്ലോ, നമുക്ക് അതുപോലെ ഒരു അച്ഛനില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞു മനസ്സിൽ അതൊരു നല്ലൊരു വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ലൈഫിൽ നന്നാവണം എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്. എനിക്ക് ആ സമയത്തൊക്കെ അതൊരു വലിയ പ്രോബ്ലം ആയിരുന്നു. നമുക്കറിയില്ല, നമ്മുടെ ലിമിറ്റഡ് ഏരിയാസ് അല്ലേ നമുക്ക് ആക്സസ് ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടുകാർ, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ നമുക്ക് ആക്സസ് ഉള്ളൂ. അപ്പൊ ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ പോലെ ലൈഫ് വേറൊരാൾക്കുമില്ല, നമ്മുടെയാണ് ഇങ്ങനെ ദുരന്തം പിടിച്ച ലൈഫ്. കാരണം എന്ന് വെച്ചാൽ നമ്മളത് അനുഭവിക്കുന്നുണ്ട്. ആ ഫീലിംഗ് കൊണ്ട് നമുക്ക് തോന്നുന്ന ആ ഒരു വിഷമത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഇങ്ങനെ ജീവിക്കണ്ട, ഇത് മരിച്ചാൽ മതി, അങ്ങനെ ആക്കിയാൽ മതി, ഇങ്ങനെ ആക്കിയാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തകർന്ന് തരിപ്പണായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് ഞാൻ ജോലി വാങ്ങി ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കാലിൽ ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കത് ആ സമയത്ത് എനിക്ക് മരിക്കാനൊന്നും തോന്നാഞ്ഞതും പിന്നെ അതുപോലെ ഞാൻ ആ അനുഭവിച്ച പ്രോബ്ലംസ് ഒക്കെ എന്നെ എത്രത്തോളം സ്ട്രോങ് ആക്കിയെന്നും അതിന് പ്രോബ്ലംസ് എനിക്ക് ഉണ്ട് എന്ന് ഉറപ്പാണ്. കാരണം എനിക്ക് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചൈൽഡ്ഹുഡ് ട്രോമ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുഞ്ഞിലെ മാനസികമായി അനുഭവിച്ച പ്രോബ്ലംസ് കൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതിനെയൊന്നും ഞാനൊരു ഇതാക്കി പറയുന്നതുമല്ല, കുറച്ച് പറയുന്നതുമല്ല. പക്ഷെ എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ ഈ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ആ സ്വന്തമായ ഒരു ജോലി വേണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായി എന്തെങ്കിലുമൊക്കെ നേടണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, യാത്ര ചെയ്യണം, നമുക്ക് ഫ്രീഡം വേണം, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് തോന്നിയതും ഞാൻ ആ രീതിയിൽ പ്രവർത്തിക്കാനും ജീവിക്കാനും ഒക്കെ ശ്രമിച്ചതിൻ്റെ കാരണം എൻ്റെ സിറ്റുവേഷൻ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വളർന്ന് കുറച്ച് മെച്യൂർഡായി ജോബൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അപ്പോഴും അല്ല, അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമുക്ക് എന്നോ പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു കാര്യം കുറേ കാലം കഴിഞ്ഞാൽ നമുക്കതൊരു നല്ലതിനായിട്ട് തോന്നും. അതായത് ഇപ്പോൾ നമുക്കൊരു ഇൻ്റർവ്യൂ നമുക്ക് എന്തോ പ്രോബ്ലം അസുഖമായി നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെ നമുക്കൊരു ജോലി കിട്ടി, നമുക്ക് ആ ജോബിന് പോകാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കും. എനിക്കെന്തൊരു കാലക്കേടാ, ഒരു ഭാഗ്യമില്ലാത്തവളെ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു ജോലിയൊന്നും ഒരു മര്യാദയ്ക്കൊന്നും കിട്ടില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായി വിഷമിച്ച് പണ്ടാരടങ്ങി നിൽക്കും. പക്ഷെ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള നമ്മളെ ഡ്രീം ആയിട്ടുള്ള ജോബോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് കിട്ടും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് ആ സംഭവം അതിനു മുമ്പ് കിട്ടിയിട്ടുള്ള
ആ ജോബ് മിസ്സായത് കൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. അത് മിസ്സായത് കൊണ്ടാണ് നമുക്ക് അവിടെ പോയില്ലെങ്കിൽ നമ്മൾ ഇതിനെ ട്രൈ ചെയ്യില്ലല്ലോ. അപ്പൊ അവിടെ പോയി അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അത് കിട്ടാത്തതുകൊണ്ടാണ് ഇത് കിട്ടിയത് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് അങ്ങനെ വരും. അങ്ങനെ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായി. എന്നുവെച്ചാൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് അങ്ങനെ ആ ഒരു ടൈമിൽ, പെർട്ടിക്കുലർ ടൈമിൽ അതൊരു ഭയങ്കര വിഷമമായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. അതിനകത്ത് നമുക്ക് പിന്നെ മൂവ് ഓൺ ചെയ്യാൻ പറ്റൂല എന്ന് തന്നെ തോന്നും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ, ഏത് ഏരിയ വൈസ്, ഫിനാൻഷ്യൽ ആയാലും ഏത് ഏരിയ വൈസാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. പക്ഷെ പിന്നീട് ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കാഞ്ഞത്, അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ നല്ലത് വന്നിട്ടുള്ളതെന്ന് തോന്നും. അപ്പൊ ഇങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ആയി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഓരോ പ്രോബ്ലംസും വരുമ്പോൾ എനിക്ക് എന്തോ ഒരു നല്ലത് വരാനുണ്ട്. ഇതാണ് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് തോന്നുന്നത്. കാരണം അതൊരു ഞാൻ പോസിറ്റീവായി തോട്ട് ചെയ്യുന്നത് കൊണ്ടാവാം, അതെൻ്റെ എക്സ്പീരിയൻസും എന്നെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കുന്നതും ആവാം. പക്ഷെ എനിക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ഇതല്ല, ഇതിൻ്റെ മേലെ എനിക്ക് എന്തോ ഒരു നല്ല കാര്യം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ മോശം വന്നത്. ഇതിനെ ഞാൻ ഓവർകം ചെയ്താൽ മാത്രമേ എനിക്ക് ആ നല്ല കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അതെൻ്റെ ജീവിതത്തിലേക്ക് വരുള്ളൂ എന്ന് ഞാൻ തിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ തിങ്ക് ചെയ്യുന്നതിലൂടെ എനിക്ക് വലിയ രീതിയിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്കൊരു പ്രോബ്ലം വന്ന് നിങ്ങളിങ്ങനെ നിങ്ങളെ തന്നെ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തി കരഞ്ഞു വിഷമിച്ച് തളർന്നു ഇങ്ങനെ ഇരിക്കുവാണ്, ഫുൾ നെഗറ്റീവ് തോട്ടുമായിട്ട് ഇരിക്കുവാണ്. നെഗറ്റീവ് തോട്ടിന്ന് ക്ലിയർ അല്ലാത്തൊരു മൈൻഡിൽ നിന്ന് ഒരിക്കലും ഒരു നല്ല ചിന്തയോ നല്ല പ്രവൃത്തിയോ നല്ല ഒരു ബിഹേവിയറോ നല്ലൊരു ആൾക്കാരെ മുന്നിൽ പ്രസന്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയോ ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൈൻഡ് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. നമുക്കങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഇല്ലാതെ ജീവിക്കാനൊന്നും പറ്റില്ല, കാരണം നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ മൈൻഡിൽ അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരും, അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആ ഒരു പരിധി വരെ പിടിച്ചു നിർത്താമെന്ന് മാത്രമേ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരിക്കൽ മോശമായ കാര്യം കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആയത് നന്നായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം നല്ലതായത് എന്നൊരു ചിന്ത നമുക്ക് തോന്നും. അത് തോന്നുന്നു പ്രതീക്ഷിച്ചിട്ട് ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലുമൊക്കെ കാര്യം എടുത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ അങ്ങനെ ചിന്തിക്കാത്ത ആളാണെങ്കിൽ ഇപ്പം ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് വന്നാലും ഇതിൻ്റെ മേലെ എന്തോ നല്ലത് വരാനുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ മോശം വന്നത്. അതുകൊണ്ട് ഞാൻ ഈ എൻ്റെ മോശമായ സാഹചര്യത്തിനെ ഞാൻ ഫേസ് ചെയ്തേ പറ്റുള്ളൂ, ഞാൻ റിക്കവർ ആയേ പറ്റുള്ളൂ, ഞാൻ മൂവ് ഓൺ ആയേ പറ്റുള്ളൂ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മുടെ മനസ്സിന് നമ്മൾ ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രശ്നങ്ങൾക്കും നമ്മളെ തകർക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും പ്രോബ്ലം, എന്ത് തരത്തിലുള്ള പ്രോബ്ലം ആയിക്കോട്ടെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് അല്ലെ നിങ്ങളെ പഴയ കാര്യം വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്തോ നമുക്കത് നമുക്ക് അങ്ങനെ കിട്ടും എന്നുള്ള ആ ഒരു പോസിറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പം നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളും ധൈര്യമായിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യണം. എന്താണ് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അഭിപ്രായം, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടോ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിയാ എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല തെറ്റാന്നാണോ തോന്നുന്നത്, എന്താണ് നിങ്ങളുടെ തോട്ടിൽ വരുന്നത്, അത് നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.